രാവിലെ തന്നെ നേരം വെളുത്തു. എണീറ്റ ഇത്രയും കൃത്യനിഷ്ഠതയും ആത്മാർത്ഥതയുള്ള പെൺകുട്ടികളെ കാണുന്ന തന്നെ ഒരു ഭാഗ്യ. എന്താ നിനക്ക് വേണ്ടേ? നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? ആഹാ, അപ്പൊ അതായിരുന്നു കാര്യം. ഇതിനാണ് മോൻ വളഞ്ഞു പിടിച്ചു വന്നതല്ലേ? നീ പോടി, ഞാൻ സാറേനോടാ പറഞ്ഞേ. സാറാ, നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? പോകാം, പക്ഷെ കയ്യില് എന്താ എന്താ പറ്റിയ കയ്യില്? സിനിമ കഴിഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. പോത്തെ, കയ്യില് പൈസ ഇല്ലെന്നാ പറഞ്ഞേ. ആ, അത്രേ ഉള്ളോ? ഞാൻ കരുതി നിന്റെ കൈക്ക് വല്ലതും. അല്ല, നീ എന്താ പറഞ്ഞേ? പൈസ ഇല്ലാന്നോ? അതെ. അല്ല, നിന്നില്ലേ? എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നോട് വിൽക്കായിരുന്നോ? എനിക്ക് ഒറ്റയ്ക്ക് പറഞ്ഞൂടെ? ഓഹോ, അത് ശരി. അപ്പൊ അതാണല്ലേ കാര്യം. നീ വരൂടാ എന്റെ അടുത്ത്. സീഡി വാങ്ങണം, സിനിമ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പ കാണിച്ചിടാ നിന്നെ. നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? എപ്പോ നോക്കിയാലും കുറെ ബില്ലും പിടിച്ചോണ്ടിരിക്കും. നിന്റെ തലേന്ന് വല്ല കിളിയും പറന്നുപോയോ ഇത്രയ്ക്ക് ചിന്തിക്കാൻ? നീ ഇന്ന് സിനിമ കണ്ടത് തന്നെ. കാണൂടി, കാണും. എന്റെ പാറു വരും കൂടെ. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയി സിനിമ കാണും. അല്ലേ പാറു? ഇല്ലല്ലോ. എന്തില്ലല്ലോ? പൈസ ഇല്ലല്ലോ. അതെന്റെ ഇല്ലല്ലേ? അതിന് എന്റെ ഉണ്ടായിട്ട് വേണ്ടേ? നിന്റെ ഇല്ലേ ഇപ്പൊ കാശ്? ഓ, ഇവിടെ ആരെടുത്തൂല്ലേ കാശ്? എന്റെ കയ്യിലാണെങ്കിൽ പെറുക്കി എടുത്ത് ആകെ 20 രൂപയുള്ളൂ. ഓഹോ, അപ്പൊ അതാണല്ലേ കാര്യം. നീ ഇന്ന് സിനിമ കാണൂലടാ. ആഹാ, അത്രയ്ക്കായോ? ഇന്ന് എന്തൊക്കെ ത്യാഗം ചെയ്തിട്ടാണെങ്കിലും ആനന്ദ് ശശിധരൻ സിനിമ കണ്ടിരിക്കും. കാണാം, ഞാൻ കണ്ടോളാം. എന്നോടാ കളി. എന്റെ പൊന്ന് കൊള്ളാലോ. എന്റെ അമ്മോ. സാജനുമായിട്ടുള്ള നിന്റെ വഴക്കൊക്കെ മാറിയോടി? എവിടെ? അവൻ നിന്നെ ഭയങ്കര ഇഷ്ടമാ. അതൊക്കെ ശരിയാ, പക്ഷെ നിനക്ക് എന്റെ സ്വഭാവം അറിയാലോ. അറിയാം, പക്ഷെ കുറച്ച് മാറ്റമൊക്കെ വേണം. എന്ന് പറഞ്ഞ എല്ലാ സാജൻ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കണം എന്നാ? അങ്ങനെയല്ല, കുറച്ച്. പിന്നെ കുറച്ച് ഭാഗം വിട്ടുകൊടുക്കുകയും ചെയ്യരുത്. വിട്ടുകൊടുത്താ പിന്നെ അവന്മാർ തലേക്കറി ഡിസ്കോ കളിക്കും. പിന്നെ എപ്പോഴും നമുക്കൊരാളുള്ളത് നല്ലതാ, അതും ഇക്കാലത്ത്. ഇക്കാലത്തോ? എന്താ ഇക്കാലത്ത് പ്രശ്നം? കാലത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല, മനുഷ്യർക്ക് ആ പ്രശ്നങ്ങൾ. അതൊക്കെ എനിക്ക് മനസ്സിലായി. എന്താ, കല്യാണം കഴിച്ചവർക്ക് ഇക്കാലത്ത് നന്നായി ജീവിക്കാൻ പറ്റുള്ളൂ എന്നാ? അതൊക്കെ നമുക്ക് ഈ പ്രായത്തിൽ തോന്നുന്നതാ. ഈ സ്നേഹം, പ്രേമം എന്നൊക്കെ പറഞ്ഞ ഒരു ടൈം പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനത്ത് ആളെ കിട്ടാതെ ആവും. എനിക്കോ? നീ എന്താ കരുതിയത്? ഇവൻ പോയി കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിലേക്ക് ആരും വരില്ല എന്നാ? അതൊക്കെ ചുമ്മാ നിന്റെ തോന്നലാ. പിന്നെ ആര് വരുമെന്നാ? എടി, നിനക്കറിയോ എന്റെ പുറകെ എത്ര പേരുണ്ടെന്ന്? ഇപ്പൊ ഒരു കണ്ണടിക്കാരൻ മാത്രമേ ഉള്ളൂ. തമാശിച്ചതാ? ഏറ്റില്ലല്ലേ? ഇല്ല. നിന്റെ പിറകെ, അതായത് നിന്റെ ഫാൻസ് എന്ന് പറയുന്ന ആ തടിയ നീരജും ആ കിളവൻ ദേവേട്ടനും, പിന്നെ ചുമ്മാ പറഞ്ഞതാണെങ്കിലും ആ പൊട്ട ആനന്ദുവാ നല്ല ബെസ്റ്റ് ഫാൻസ്. ആണടി, ഇവര് 3 പേരും ഏതായാലും നിന്റെ കാപ്പരി മുടി ബോയ്ഫ്രണ്ട് അല്ലോ, അവനെ കാണും നല്ലതാണ്. ആണോ? പിന്നെ അല്ലാതെ. റോയ്ച്ച, ഈ സ്മഗ്ലിങ്ങിനെ കുറിച്ച് റോയ്ച്ചന് എന്താ അഭിപ്രായം? എന്താ വല്ല സ്മഗ്ലിംഗ് തുടങ്ങാൻ പരിപാടി ഉണ്ടോ? ഒരു കാര്യം ചോദിച്ചാൽ തമാശയാക്കല്ലേ റോയ്ച്ച? എന്നാ നീ എന്തെങ്കിലും തമാശയാക്ക്, ഞാൻ കാര്യമായിട്ട് ചോദിക്കാം. ഒരാൾ അറിവിന് വേണ്ടി വല്ലതും ചോദിക്കുമ്പോൾ അത് പകർന്നു തരാൻ വേണ്ട, അല്ലാതെ കളിയാക്കല്ല. അവൻ അറിയേണ്ട കാര്യങ്ങൾ ചോദിക്കുക അറിവിന്, അല്ലാതെ സ്മഗ്ലിങ്ങിന്റെ സ്പെല്ലിംഗ് പോലും അറിയാത്തവൻ അതറിഞ്ഞിട്ട് എന്തിനാ? എനിക്കിപ്പോൾ അതിനെപ്പറ്റി അറിയണ്ടേ, പറയെങ്കിൽ പറ. എടാ, എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം ഞാൻ എങ്ങനെ പറഞ്ഞുതരും? ഞാനെന്താ സ്മഗ്ലറാ? പറഞ്ഞപ്പോ ഞങ്ങൾക്കും അറിയണ്ടേ. എന്താ എന്താ പറഞ്ഞ നീ? അല്ല, ഈ സ്മഗ്ലർ എന്താന്നാ ഞങ്ങൾക്കും അറിയണ്ടെന്നാ ഉദ്ദേശിച്ചേ. ഞങ്ങളോ? ആരെയും ഞങ്ങള്? എന്റെ പൊന്നു റോയ്ച്ച, ഞാൻ ഇന്നൊരു സിനിമയ്ക്ക് പോകുന്നുണ്ട്. ഒരു സ്മഗ്ലിംഗ് ബേസ്ഡ് സബ്ജക്റ്റാ. അപ്പോ അതിനെപ്പറ്റി സംസാരിച്ച ആ മൂഡിലിരുന്ന് സിനിമ കാണാലോ എന്ന് വിചാരിച്ച് ചോദിച്ച, അല്ലാതെ റോയ്ച്ചൻ സ്മഗ്ലർ ആണോ എന്ന് സംശയിച്ചിട്ടൊന്നല്ലാട്ടോ. ചില്ലറ 40 ഉള്ളൂല്ലോ. അത് മതി, നീയേ ബസ്സിൽ പോയോ മതി. ഇതെന്താ? എനിക്കൊരു മീറ്റിംഗ് ഉള്ളതാ. അപ്പൊ എന്നെ കോഫി ഷോപ്പിൽ വിടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സഹായം ചെയ്യാന്ന് വിചാരിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ്.
നിന്നെ വിട്ടിട്ട് പോയാലേ എനിക്ക് അവിടെ മീറ്റിംഗിൽ പോയിരുന്ന് സ്മഗ്ലിങ്ങിനെ കുറിച്ച് വിവരിക്കേണ്ടി വരും. ആ, കേട്ടാ? അയ്യോ റോയ്ച്ച, ഓ സിനിമയ്ക്ക് പോകാനുള്ള പൈസ ചോദിച്ചില്ലല്ലോ റോയ്ച്ച. സാറയുടെ 10 കഴിഞ്ഞ് 30, 20, 50 രൂപയുണ്ട്, ഞാനും ഉണ്ട്. സിനിമയ്ക്ക് പോക്ക് കൊളാവോ ദൈവമേ.